മറ്റു വാർത്ത, ആക്ഷൻ ഹീറോ ബിജു 2വുമായി ബന്ധപ്പെട്ട് നടൻ നിവിൻ പോളിയും നിർമ്മാതാവ് PS ഷംനാസും തമ്മിലുള്ള തർക്കത്തിൽ ഹൈക്കോടതി ഇടപെടൽ. കേസുകൾ സമവായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംവിധായകൻ എബ്രിഡ് ഷൈനും ഷംനാസും തമ്മിലുള്ള തർക്കത്തിലും മധ്യസ്ഥ ചർച്ച നടത്താനാണ് നിർദ്ദേശം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, ഒരു സിനിമ ആരംഭിച്ചു, ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമ. ഇടയ്ക്ക് വെച്ച് അത് നിന്നു പോകുന്നു. 2.5 കോടി രൂപയോളം നിർമ്മാതാവ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിയും മറ്റും. അത് നിവിൻ മറ്റൊരു തലത്തിൽ ഈ സിനിമ വിറ്റു എന്നുള്ള പരാതിയുണ്ട് നിവിൻ പോളിയുടെ ബാനറിൽ. ഇതെല്ലാം വലിയ തർക്കത്തിനും പ്രശ്നങ്ങൾക്കുമൊക്കെ ഇടയാക്കിയ ഒന്നാണ്. ഇപ്പോൾ എന്താണ് കോടതിയുടെ ഇടപെടൽ വന്നത്? ഈ രണ്ട് കൂട്ടരും ഈ വിഷയം സമവായത്തിലൂടെ പരിഹരിക്കണമെന്ന ആവശ്യത്തിലേക്ക് എത്തിയോ? രഞ്ജിത്ത്, കോടതിയുടെ നിർദ്ദേശം അങ്ങനെയാണ്, മീഡിയേഷനെ ഉപയോഗിക്കുക എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്ഷൻ ഹീറോ ബിജു 2യുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് 2,90,00,000 രൂപയാണ് ഈ നിർമ്മാതാവ് അതിനുവേണ്ടി ചെലവഴിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചത്. അങ്ങനെയാണ്. അതുമാത്രമല്ല, അതിനു വേണ്ടിയിട്ട് 14 ദിവസത്തെ ചിത്രീകരണവും നടന്നിട്ടുണ്ട്. ഈ കൽക്കട്ടയിലും ബംഗ്ലാദേശിലും ഒക്കെ ആയിട്ടാണ് ഈ 14 ദിവസത്തെ ഷൂട്ടിങ്ങും നടന്നിട്ടുള്ളത്. എന്തായാലും ഈ ഷംനാസിൻ്റെ പ്രധാനപ്പെട്ട പരാതി ഈ സിനിമയുടെ നിർമ്മാണത്തിന് താൻ അതിന് പങ്കാളിയായിരിക്കുന്ന സമയത്ത് തന്നെ നിവിൻ പോളിയുടെ ബാനർ അത് 5 കോടി രൂപയ്ക്ക് അതിൻ്റെ വിദേശത്തെ വിതരണാവകാശം വിറ്റു. അതുമാത്രമല്ല 2 കോടി രൂപ അതുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് കൈപ്പറ്റുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് വൈക്കം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് അതിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനിനുമെതിരെയായിരുന്നു അന്ന് കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. ആ പരാതിയുടെ പകരമായിട്ടാണ് നിവിൻ പോളി ഈ ഷംനാസ് വ്യാജരേഖ ചമച്ചു എന്നുള്ള ഒരു പരാതിയുമായി രംഗത്തെത്തിയതും. വ്യാജരേഖ ചമച്ചു എന്നുള്ള പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അത് ഈ കൊച്ചിയിൽ പാലാരിവട്ടം പോലീസ് ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവർക്കെതിരെയുള്ള, അതായത് നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനുമെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിവിൻ പോളിയും എബ്രിഡ് ഷൈനുമെതിരെയുള്ള പരാതി അതുമായി ബന്ധപ്പെട്ട്, അതായത് നിവിൻ പോളിയുടെ വിതരണ കമ്പനി ഇത് വിദേശത്തെ വിതരണത്തിനായി ബന്ധപ്പെട്ട് 2 കോടി രൂപ കൈപ്പറ്റി എന്നുള്ള നിർമ്മാതാവിൻ്റെ പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പരാതിയുടെ കാര്യത്തിൽ അത് സമവായ ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കണമെന്നാണ് ആവശ്യം. അതേസമയം തന്നെ പാലാരിവട്ടത്തുള്ള ഈ കേസ് പോലീസ് അതായത് PS ഷംനാസിനെതിരെ നിവിൻ പോളി നൽകിയിരിക്കുന്ന പരാതി അത് വ്യാജരേഖ ചമച്ചു എന്നുള്ള പരാതിയിൽ അന്വേഷണം തുടരുന്നുണ്ട്. ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. രഞ്ജിത്ത്, ഇത് ഒരു സമവായ ചർച്ചയിലൂടെ പോവുക എന്ന് പറയുമ്പോൾ ഈ 3 പേരും നിവിൻ പോളിയും നിർമ്മാതാവ് PS ഷംനാസും ഒപ്പം എബ്രിഡ് ഷൈനും 3 പേരും ഒരേ തരത്തിൽ വിചാരിക്കണം. അവർ സമവായത്തിന് തയ്യാറാകണം. അതിന് ചില എഗ്രിമെൻറ്റുകൾ വേണം. ഈ പണമിടപാട് സംബന്ധിച്ചുള്ള വ്യക്തത വരണം. അത് പരസ്പരം നഷ്ടപ്പെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനും സെറ്റിൽ ചെയ്യാനുമുള്ള ഇടപെടലുകൾ വേണം. അപ്പോൾ ഇതെങ്ങനെ, ഏത് തരത്തിൽ എന്നുള്ളത് ഇതാണ് ഇപ്പോൾ അഭിഭാഷകർ പങ്കുവെക്കുന്ന കാര്യം. ഒപ്പം ഈ 3 പേരുടെയും അഭിഭാഷകർ ഈ സമവായ ശ്രമങ്ങളിലൂടെ ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള കോടതിയുടെ നീക്കത്തിന് സമ്മതം മൂളിയോ? നിർമ്മാതാവിൻ്റെ നീക്കത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം സമവായ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ, രഞ്ജിത്ത് പറഞ്ഞതുപോലെ, അദ്ദേഹത്തിനുണ്ടായി നഷ്ടം മീറ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടാക്കണം. അതുമാത്രമല്ല, അദ്ദേഹം ഒരു നിർമ്മാതാവ് അതിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അറിയാതെ തന്നെ മറ്റൊരു ബാനറിൽ അത് വിതരണാവകാശം വിദേശ കമ്പനികൾക്ക് നൽകി, അല്ലെ വിദേശത്തുള്ള വിതരണാവകാശം ഇവർ കൈപ്പറ്റുകയും അതിൻ്റെ പേരിൽ 2 കോടി രൂപയോളം ഇവർക്ക് കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടായി. 5 കോടി രൂപയ്ക്ക് അതിൻ്റെ വിതരണാവകാശം വിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പരാതി. അങ്ങനെയായിരുന്നു. ആ പരാതിയിന്മേൽ ആണ് പിന്നീട് നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഈ PS ഷംനാസ് വ്യാജരേഖ ചമച്ചു എന്നുള്ള മറുപരാതിയുമായി രംഗത്തെത്തിയത്. ഈ 2 പരാതികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകരുതെന്ന് കോടതി ഉത്തരവുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സമവായത്തിൽ എത്തിക്കുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ്. ഇത് മാത്രമല്ല, ഇവർക്കെതിരെയുള്ള നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനുമെതിരെയുള്ള പരാതികൾ പിൻവലിക്കണം, അതിന് തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സമീപിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ്
ഈ രണ്ട് കൂട്ടർക്കും നഷ്ടമുണ്ടാകാത്ത രീതിയിൽ ഇതിനെ പരിഹരിക്കണമെന്ന് ഒരു നിർദ്ദേശം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മീഡിയേഷനുമായി ബന്ധപ്പെട്ട് ഇത് പ്രശ്നപരിഹാരം കാണണം, ഇതിൽ മീഡിയേഷൻ ഇടപെടണം എന്ന് ആവശ്യപ്പെടുന്നതും മധ്യസ്ഥ ചർച്ച വേണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം അങ്ങനെയാണ്. രഞ്ജിത്ത്, ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.